Welcome to Thasni's kitchen. ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പത്തിരി, പൊറോട്ട, നെയ്ച്ചോറ് ഈ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് സൈഡായിട്ട് കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ ചാപ്സ് കറിയാണ്. നോമ്പ് സൽക്കാരങ്ങളിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അല്പം വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ റമദാൻ പ്രീ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇട്ടപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഒരു വലിയ ഓനിയൻ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല. അപ്പോൾ ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ടിപ്സുകൾ ഇപ്പം റമദാനിൽ ചെയ്തിട്ടുള്ള ടിപ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് റോ ടേസ്റ്റ് മാറുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ചൂടുവെള്ളം ഈ സമയത്ത് വെക്കണം. തിളച്ച വെള്ളം റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എരിവിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം നോമ്പ് തുറ സമയത്ത് നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ എരിവ് കുറച്ചതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം എത്രയാണ് ആവശ്യം എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 3 വിസിൽ വന്നതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മട്ടൻ കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില, മല്ലിയില, പിന്നെ അതുപോലെ തന്നെ അല്പം ഗരം മസാലയും വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡിയായി. പത്തിരിയിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു മട്ടൻ ചാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.